മകടാ നമ്മളപ്പോൾ കോർഡിനേറ്റ്സിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞ പോലെ തന്നെയുള്ള കാര്യങ്ങൾ ഇനി ബാക്കിയൊന്നും ഇല്ലടാ. നമുക്ക് ഈ ബേസിക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. എടാ ശ്രദ്ധിച്ചു കേട്ടോണേ മകളെടാ. ഇതെന്താടാ ഇതിൻ്റെ പേരെന്താ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എന്താ ഇത് ആക്സിസ് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. എക്സ് ആക്സിസ് എന്താണ്ട് സെൻറ്റർ ഒറിജിനാണ്. ഇതൊക്കെ നമുക്കറിയാലോ. ദാ ഇവിടെ ഒരു കോർഡിനേറ്റ് വന്നാൽ, നിങ്ങൾ എങ്ങനെ എഴുതും? ഇവിടെ നിന്ന് ഒന്നിന്ന് വന്ന എക്സ്, ഒന്ന് എക്സിൽ നിന്ന് വന്നതായി ഒന്ന് ആദ്യം എഴുതും, വൈയിൽ നിന്ന് വന്നതായി രണ്ട് അല്ലേ, രണ്ടാമത് എഴുതും അല്ലേ? ശരിയല്ലേ? ഇതൊക്കെ നമ്മൾ പറഞ്ഞേ, ഓർമ്മയില്ലേ? ആണ്. എങ്കിൽ ഇതാ പിടിച്ചോ. ബാക്കി പൊസിഷൻസ് പറയുകയാണേ, ശ്രദ്ധിച്ച് ചെയ്യണം. എടാ ഇത് എക്സ് ആക്സിസ് അല്ലേ? ഇത് എക്സ് ആക്സിസ് അല്ലേ? ശരി, ഞാൻ എക്സ് ആക്സിസിന് ഇതാ കറക്റ്റ് പാരലായിട്ട്, മക്കളെ എൻ്റെ വരയൊക്കെ ഇച്ചിരി വളഞ്ഞു പോയടാ, എന്നാലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. കറക്റ്റ് പാരലായിട്ട് ഞാൻ ഒരു കമ്പ് വരച്ച് എക്സ് ആക്സിസിന് പാരലായിട്ട് ഞാനൊരു കമ്പ് വരച്ചടാ, ഒരു ലൈൻ വരച്ചു. ഇനി നമുക്ക് ഇവന്മാരെ കോർഡിനേറ്റ്സ് അടയാളപ്പെടുത്താവേ. ഈ കോർഡിനേറ്റ് എത്ര ആയിരിക്കും? ദാ എക്സ്, ആദ്യം എക്സ് അല്ലേ എഴുതേണ്ടത്? ഒന്നേ, ഇവിടെ വൈ കണക്ട് ചെയ്ത 2. ശരിയല്ലേ? ആണ്, ശരിയാണ്. ഈ കോർഡിനേറ്റ് എങ്ങനെ എഴുതും? എക്സിൽ നിന്നുള്ള 3, കറക്റ്റ് താഴെ 3 കിടക്കുന്നേ ആണ്. വൈ എന്നുള്ള 2. മക്കളെ ഈ പോയിന്റ് എങ്ങനെ അടയാളപ്പെടുത്തും? എക്സിൽ നിന്നുള്ള 5, വൈ എന്നുള്ള 2. ഓക്കെ അല്ലേ മക്കളെ? ഇവിടുന്ന് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോടാ. ഇവിടെ കാര്യം ശ്രദ്ധിച്ചോ. എക്സ് ആക്സിന് പാരലായി കിടക്കുന്ന കമ്പല്ലേ ഇത്? ആണ്. ഇവന്മാരുടെ വൈ കോർഡിനേറ്റ്സ് എല്ലാം കണ്ടോ? സെയിം അല്ലേ? അപ്പോൾ നമുക്ക് പറയാൻ പറ്റും, എന്താ പറയാൻ പറ്റും? എക്സ് ആക്സിസിന് പാരലായി വരുന്ന ലൈനിൻ്റെ വൈ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? സെയിം ആയിരിക്കുമെടാ എന്ന് പറയാം. സിമ്പിളായിട്ട് അത്രയും പറയാം. എക്സ് ആക്സിസിന് പാരലായി വരുന്ന ലൈനിൻ്റെ എല്ലാം, ഇവിടെ എല്ലാം അങ്ങനെ ആയിരിക്കും കേട്ടോ. എക്സ് ആക്സിസിന് പാരലായി വരുന്നത് ഇവിടെ ഒരു ലൈൻ വരച്ചാൽ ഇതുപോലെ ആയിരിക്കും കേട്ടോ. ഇവിടെ ലൈൻ വരച്ചാൽ അതുപോലെ ആയിരിക്കും. ഈ പോയിന്റ് എന്ന് പറയുന്നത് എക്സിൽ നിന്നുള്ള 1, വൈ എന്നുള്ള -3. ഈ കമ്പെന്ന് പറയുന്നത് ഈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എക്സിൽ നിന്നുള്ള 4, വൈ എന്നുള്ള -3. ഇത് ഈ കോർഡിനേറ്റ് എഴുതുവാണെങ്കിൽ എക്സിൽ നിന്നുള്ള 6, വൈ എന്നുള്ള -3. എക്സ് ആക്സിസിന് പാരലായി ലൈൻ വരച്ചാൽ വൈ കോർഡിനേറ്റ്സ് എല്ലാം എന്തായിരിക്കും? സെയിം ആയിരിക്കും എടാ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത്. സെറ്റായി? വരച്ചിട്ടോ, ബുക്കിൽ വരച്ചിട്ടോ? നമ്മൾ അടുത്ത റൂൾ പറയാൻ പോവാ. ശ്രദ്ധിച്ച് കേട്ടോണേ മക്കളെ. അടുത്ത കാര്യം പറയണേ. ഇനി ഒന്നുമില്ല കേട്ടാ. നമ്മൾ എന്താ പറയുക, എക്സ് ആക്സിന് പാരലായി വരുന്ന വൈ കോർഡിനേറ്റ്സ് എല്ലാം സെയിം ആയിരിക്കും. മക്കളെ ഇതേതാ ആക്സ് ആടാ? ഇതേതാ ആക്സാ? ഇത് വൈ ആക്സിസ്. ശരിയല്ലേ? ഇത് വൈ ആക്സിസ്. ശരിയല്ലേ? എടാ അങ്ങനെയാണെങ്കിൽ ഇത് നോക്കണം, ഇത് വൈ ആക്സിസ് അല്ലേ? വൈ ആക്സിന് പാരലായിട്ട് ഒരു ലൈൻ വരച്ചു. വൈ ആക്സിന് പാരലായിട്ട് ലൈൻ വരച്ചു. കുറച്ച് മുമ്പ് എക്സ് ആക്സിന് പാരലായിട്ടാണ് വരച്ചത്, അത് നമ്മൾ പറഞ്ഞു. എക്സ് ആക്സിന് പാരലായി വരയ്ക്കുന്ന വൈ കോർഡിനേറ്റ്സ് എല്ലാം സെയിം. ഇതുപോലെ വൈ ആക്സിന് പാരലായി വരയ്ക്കുന്ന ലൈൻസിൻ്റെ കോർഡിനേറ്റ്സ് എഴുതാൻ പോവാണ് എടാ. മക്കളെ ഈ കോർഡിനേറ്റ് എത്രടാ? ഈ കോർഡിനേറ്റ് എക്സിൽ നിന്നുള്ള 2, വൈ എന്നുള്ള 6. ഓക്കെ അല്ലേ? അടുത്തത് ഈ കോർഡിനേറ്റ് എത്രയാണ് മക്കളെ? ഈ കോർഡിനേറ്റ് എക്സിൽ നിന്നുള്ള 2, വൈ എന്നുള്ള 5. ശരിയല്ലേ? ആണ്. അടുത്ത പറ. എക്സിൽ നിന്നുള്ള 2, വൈ എന്നുള്ള 4. ശരിയല്ലേ? ആണ്. ഈ കോർഡിനേറ്റ് പറഞ്ഞേ, എക്സിൽ നിന്നുള്ള 2, വൈ എന്നുള്ള 2. മക്കളെ നിങ്ങൾ കാര്യം ശ്രദ്ധിച്ചോ. വൈ ആക്സിസിന് പാരലായി ഞാൻ ലൈൻ വരച്ചു, എന്നിട്ട് അവന്മാരെ കോർഡിനേറ്റ് എഴുതിയപ്പം അതിൻ്റെ എല്ലാ എക്സ് കോർഡിനേറ്റ് എല്ലാം എന്താടാ മക്കളെ? എക്സ് കോർഡിനേറ്റ് എല്ലാം എന്താ? സെയിം. വൈ ആക്സിസിന് പാരലായി വരുന്ന എക്സ് കോർഡിനേറ്റ്സ് എല്ലാം എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതേപോലെ നമ്മൾ കുറച്ചും പറഞ്ഞത് എക്സ് ആക്സിസിന് പാരലായി വരുന്ന വൈ കോർഡിനേറ്റ്സും വൈ ആക്സിസിന് പാരലായിട്ട് വരുന്ന എക്സ് കോർഡിനേറ്റും എന്തായിരിക്കും? സെയിം ആടാ. ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യാൻ പോകുന്നത്. ഇത്രയും കാര്യം സെറ്റായി. നമ്മൾ 4 മിനിറ്റ് കൊണ്ട് നല്ലൊരു ടോപ്പിക്കാണ് പറഞ്ഞത്. സെറ്റായിട്ടുണ്ടേ? എനിക്ക് ബാക്കി പറയുകയാണേ. നമ്മളെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ചോദിച്ചേക്കുന്നത്. all these rectangles shown below have their sides parallel to the axis. അതായത് എന്താ, ഈ സൈഡ് എന്ന് പറയുന്നത്, ഈ തന്നേക്കുന്ന റെക്റ്റാങ്കിളിൻ്റെ സൈഡ് എന്ന് പറയുന്നത് എന്താണ്? ആക്സിസിന് പാരലാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ആക്സിസിന് പാരൽ. അതായത് ഈ കമ്പ് എന്ന് പറയുന്നത് ആർക്ക് പാരലായിരിക്കും? നിങ്ങൾക്കറിയാലോ, ഇങ്ങനത്തെ കമ്പ് വരുന്ന ആർക്ക് പാരലായിരിക്കും? എക്സ് ആക്സിന് പാരലായിരിക്കും. ഇങ്ങനത്തെ കമ്പ് വരുന്ന ആർക്ക് പാരലായിരിക്കും? നിങ്ങൾക്കറിയാം, അത് ആർക്കായിരിക്കും? വൈ ആക്സിന് പാരലായിരിക്കും. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ. ശരി. ഇനി പറഞ്ഞേക്കുന്ന കാര്യം ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് നിങ്ങൾ ആ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. ആ വെർട്ടെക്സിൽ വരുന്ന ഈ കോർഡിനേറ്റും ഈ കോർഡിനേറ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഈ വെർട്ടെക്സിലെ കോർഡിനേറ്റും ഉണ്ട്. നമ്മുടെ കയ്യിൽ കണ്ടുപിടിക്കാൻ തന്നെങ്കിൽ ഇവനെയും കണ്ടുപിടിക്കാനാണ് തന്നെങ്കിൽ. ശരിയല്ലേ? ആണ്. കണ്ടോണേ, സിമ്പിളായിട്ട് ചെയ്യാം. ശ്രദ്ധിച്ച് കേട്ടോണേ. എടാ ഇത് ഏത് ആക്സിസിന് പാരലാടാ? ഇത് വൈ ആക്സിസിന് പാരലല്ലേ? വൈ ആക്സിസിലെ കമ്പ് കുത്തി വെച്ചതാണ് ഇരിക്കുന്നത്.
അല്ലേ? അപ്പോൾ ഇവന് പാരലല്ലേ ഇത്, ശരിയല്ലേ? വൈ ആക്സിസിന് പാരലലാണെങ്കിൽ എക്സ് കോർഡിനേറ്റ്സ് എന്തായിരിക്കും? സെയിം ആയിരിക്കും, ശരിയല്ലേ? അപ്പോൾ ഇവനെ കിട്ടി. ഇനി മറ്റേത് വിട്ടേക്കുക, അത് നിങ്ങൾ വിട്ടേക്കാം, അത് നമുക്ക് പിന്നടിക്കാം. ഓക്കെ അല്ലേ? അതേപോലെ ഈ കമ്പും എന്ന് പറയുന്നത് ആർക്ക് പാരലലാ? ഈ കമ്പ് എന്ന് പറയുന്നത് ആ വൈ ആക്സിന് പാരലൽ ഇങ്ങനെ നിൽക്കുന്ന കമ്പുകൾ വൈ ആക്സിന് പാരലൽ, ഇങ്ങനെ നിൽക്കുന്ന കമ്പുകൾ എക്സ് ആക്സിന് പാരലൽ, ശരിയല്ലേ? ആണ് മക്കളെ. അങ്ങനെയാണെങ്കിൽ ഇത് വൈ ആക്സിന് പാരലായി നിൽക്കുന്ന കമ്പാണ്. അങ്ങനെയാണെങ്കിൽ ഈ വൈ ആക്സിന് പാരലായി നിൽക്കുന്ന എക്സ് കോർഡിനേറ്റ്സ് എന്തായിരിക്കും? സെയിം ആയിരിക്കും, ശരിയല്ലേ? ആണ്. ഇനി അടുത്ത കാര്യം, ഈ കമ്പ് ആർക്ക് പാരലാ? എക്സ് ആക്സിന് അല്ലേ? എക്സ് ആക്സിസിന് പാരലാണ് ദാ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള കമ്പ്, ശരിയല്ലേ? എക്സ് ആക്സിസിന് പാരലായിട്ടുള്ള വൈ കോർഡിനേറ്റ്സ്, മക്കളെ ഇവനല്ലേ വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതേപോലെ ഈ കമ്പ് എക്സ് ആക്സിസിന് പാരലായിട്ടുള്ള ദാ വൈ കോർഡിനേറ്റ് സെയിം ആയിരിക്കും. നമ്മൾ 4 പേരെ നമുക്ക് കിട്ടി. മനസ്സിലായോ? ഈ ലൈൻ എന്ന് പറയുന്നത് വൈ ആക്സിസിന് പാരലൽ, ഈ ലൈൻ എന്ന് പറയുന്നത് ആർക്ക് പാരലൽ? എക്സ് ആക്സിന് പാരലൽ. എക്സ് ആക്സിന് പാരലാണെങ്കിൽ വൈ കോർഡിനേറ്റ്സ് സെയിം, വൈ ആക്സിസിന് പാരലാണെങ്കിൽ എക്സ് കോർഡിനേറ്റ് സെയിം. ഈ കമ്പിലെ തുമ്പ് എക്സ്, ഇവനല്ലേ എക്സ്, അപ്പോൾ ആ എക്സ് തന്നെ ആയിരിക്കും താഴെ വരുന്ന എക്സും. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ പിടിച്ചോ. അടുത്ത ക്വസ്റ്റ്യൻ പിടിച്ചോ. എന്ത് മക്കളെ പറഞ്ഞേക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? പിടിച്ചോ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് എന്താ പറഞ്ഞേക്കുന്നത്? ഇതേപോലെ തന്നിട്ടുണ്ട്. ഈ കോർഡിനേറ്റ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഈ കോർഡിനേറ്റ്സ് മക്കളെ നമുക്കറിയാലോ. ഈ കമ്പ് എന്ന് പറയുന്നത് ആർക്ക് പാരലാ? ഈ കമ്പ് എന്ന് പറയുന്നത് വൈ ആക്സിസിന് പാരലാ. വൈ ആക്സിസിന് പാരലാണെങ്കിൽ എന്ത് കോർഡിനേറ്റ് സെയിമാ? എക്സ് കോർഡിനേറ്റ് സെയിമാ, ശരിയല്ലേ? ബാക്കി മറ്റത് പിന്നെ എഴുതാം കേട്ടോ. അതേപോലെ ഇത് ആർക്ക് പാരലാ? വൈ ആക്സിന് പാരലാ. വൈ ആക്സിസിന് പാരലാണെങ്കിൽ എക്സ് കോർഡിനേറ്റ് എന്താ? സെയിമാ. ഓക്കെ. ഇനി അടുത്തത്, ഇത് ആർക്ക് പാരലാ? ഈ കമ്പ് എന്ന് പറയുന്നത്, ഈ ലൈൻ എന്ന് പറയുന്നത് ആർക്ക് പാരലാ? ഈ ലൈൻ എന്ന് പറയുന്നത് എക്സ് ആക്സിസിന് പാരലാ. എക്സ് ആക്സിസിന് പാരലാണെങ്കിൽ വൈ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതേപോലെ ഇവിടെ എക്സ് ആക്സിന് പാരലല്ലേ താഴത്തെ കമ്പ്, അപ്പോൾ എന്തായിരിക്കും? വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇതാ മക്കളെ കോർഡിനേറ്റ്സ് ചെയ്യുന്ന ട്രിക്ക് എന്ന് പറയുന്നത്. സെറ്റായോ? ഇപ്പോൾ സെറ്റായോ? അടിപൊളിയായോ? ഒന്നുമില്ല, നമ്മളൊന്നും പറഞ്ഞില്ല. നമ്മുടെ പഠിച്ച റൂള് നമ്മൾ ഇട്ട് കൊടുത്തതേ ഉള്ളൂ. വൈ ആക്സിസിന് പാരലാണെങ്കിൽ എക്സ് കോർഡിനേറ്റ്സ് സെയിം, എക്സ് ആക്സിസിന് പാരലാണെങ്കിൽ വൈ കോർഡിനേറ്റ്സ് സെയിം. സെറ്റല്ലേ? ആണെങ്കിൽ പിടിച്ചോ. നിങ്ങൾക്ക് ഇനി അടുത്ത കണക്ക് തരുവാണെങ്കിൽ മക്കളുടെ അടുത്ത ക്വസ്റ്റ്യൻ തന്നേക്കണോടാ. അടുത്ത ക്വസ്റ്റ്യൻ ഇവന്മാർ പറഞ്ഞേക്കുന്നത് കേട്ടോണേ. വിത്തൗട്ട് ഡ്രോയിങ് ദ ആക്സിസ് ഒന്നും വരയ്ക്കാതെ തന്നെ മാർക്ക് ദീസ് പോയിന്റുകൾ അടയാളപ്പെടുത്താനാണ് പറഞ്ഞത്, ശരിയല്ലേ? ഇത് എവിടെ വരുന്നതാ? റെക്റ്റാങ്കിളിൽ വരുന്ന പോയിന്റ്സ് ആണ്. ഇത് നിങ്ങളുടെ ഈ താഴെ തന്നേക്കുന്ന 2 പോയിന്റ്സ് തരാം. അത് ബാക്കി 2 വെർട്ടെക്സുകൾ നിങ്ങൾ അടയാളപ്പെടുത്തണം, ബാക്കി 2 കോർഡിനേറ്റ്സുകൾ നിങ്ങൾ അടയാളപ്പെടുത്തണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ ഇവന്മാർ പറഞ്ഞിട്ടുണ്ട് എന്താണ്? സൈഡ്സ് പാരലൽ ടു ദ ആക്സിസ്. നമുക്കറിയാം ആക്സിസിന് പാരലാണെന്ന് തന്നു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച ട്രിക്കുണ്ടല്ലോ, ശരി. അപ്പോൾ നമുക്ക് നോക്കാവേ. അതുകൊണ്ട് എന്താണ് ഈ 2 പോയിന്റ്സ് ഇവിടെ എവിടെയോ വരും. ഈ പറയുന്ന 4 വെർട്ടെക്സിൽ എവിടെയോ വരും എന്ന് പറഞ്ഞാൽ ശരിയല്ലേ? ഈ വെർട്ടെക്സിലും എവിടെയോ വരും എന്ന് പറഞ്ഞാൽ ശരിയല്ലേ? ആണ്. മകൾ നിങ്ങൾ നോക്കി, ഇത് എല്ലാം പോസിറ്റീവ് നമ്പർ അല്ലേ? നിങ്ങൾക്ക് അപ്പോഴേ ഊഹിക്കാം ഇതാണ് ആക്സിസ് എങ്കിൽ ഇങ്ങോട്ടല്ലേ പോകുന്നത്, ശരിയല്ലേ? നമ്മൾ അപ്പോഴേ ആലോചിച്ചോണം, നമ്മുടെ തലയിൽ ആലോചിച്ചോണം. ഇപ്പം ഇങ്ങോട്ടാണ് പോകുന്നതെന്ന് ആലോചിച്ചോണം, ആക്സിസിന് ഇങ്ങോട്ടാണ് പോകുന്നതെന്ന് ആലോചിച്ചോണം. നമ്മൾ ആദ്യം എഴുതുന്നത് എക്സ് അല്ലേ? ഇവനെ ആദ്യം ഇവനെ എഴുതുമെന്ന് ആദ്യം ആലോചിക്കണം. ഇവനെ ഈ കോർഡിനേറ്റ്സ് ആദ്യം ഇവിടെ എഴുതണോ ഇതിൽ ആരെ ആദ്യം എഴുതണോ ആലോചിക്കണം. മക്കളെ 3 കഴിഞ്ഞിട്ടല്ലേടാ മക്കളെ 7 വരുന്നത്. ആദ്യം എക്സിൻ്റെ ടീമിനല്ലേ എഴുതുന്നത് നമ്മൾ. അപ്പോൾ ആദ്യം 3 കഴിഞ്ഞിട്ടല്ലേടാ മക്കളെ 7 വരുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ആദ്യം എഴുതേണ്ട ആൾ ഇവനാണെന്ന് ഫിക്സായി. ശരി. ഇനി ആലോചിക്കേണ്ട കാര്യം, ഇത് മണ്ടയിൽ എഴുതണോ താഴെ എഴുതണോ എന്നുള്ള കാര്യമാണ് അടുത്ത കൺഫ്യൂഷൻ. മണ്ടയിൽ എഴുതണോ താഴെ എഴുതണോ എന്നുള്ളത്. മക്കളെ 7, 8 എന്ന് പറയുന്ന പോയിന്റ് 5 ആണോ വലുത് 8 ആണോ വലുത്? മക്കളെ മുകളിലോട്ട് പോകുന്തോറും ഓരോ പോയിന്റ് വെച്ച് കൂടി വരുമല്ലേ? അതായത് 1, 2, 3, 4, 5, 6, 7, 8. അപ്പോൾ 8 എന്ന് പറയുന്ന ആളെ മണ്ടയിലല്ലേ വരൂ? 7, 8 എന്ന് പറയുന്ന ഈ 8 എന്ന് പറയുന്ന ആൾ മണ്ടയിലല്ലേ വരൂ, ശരിയല്ലേ? 5 എന്ന് പറയുന്ന ആൾ താഴെയല്ലേ വരൂ. അപ്പോൾ ഈ 3, 5 എന്ന് പറയുന്ന ആൾ
ഇവിടെയും വരും 7 8 എന്ന് പറഞ്ഞാൽ 7 ഉറപ്പായിട്ടും 7x ഇങ്ങോട്ട് ഇവിടെ ഇങ്ങോട്ടല്ലേ വരുന്നത്. എക്സ് എന്തായാലും 7 ഇവിടെ ആയിരിക്കും നമുക്കറിയാം. ഇവിടാണോ എന്ന് അറിയാനായിട്ട് 7 കഴിഞ്ഞിട്ടുള്ള y പോയിന്റ് 8 അല്ലേ. 8 ആകുമ്പോൾ ഉറപ്പായിട്ടും മണ്ടയിലായിരിക്കും. 7 8 ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പാടുണ്ടോ ബാക്കി രണ്ടോമരെ കണ്ടുപിടിക്കാൻ? മക്കളെ ഇത് കണ്ടുപിടിക്കാൻ ഇത് ആർക്ക് പാരലാണ്? ഇത് y ആക്സിസിന് പാരലല്ലേ. y ആക്സിസിന് പാരലായിട്ടുള്ള എക്സ് കോർഡിനേറ്റ്സ് സെയിം ആയിരിക്കും എടാ, ശരിയല്ലേ? അതേപോലെ ഇവിടെ y ആക്സിസിന് പാരലായിട്ടുള്ള എക്സ് കോർഡിനേറ്റ് സെയിം ആയിരിക്കും എടാ, ശരിയല്ലേ? അതേപോലെ ഇവൻ ആർക്ക് പാരല? ഇവൻ എക്സ് ആക്സിസിന് പാരലല്ലേ. എക്സ് ആക്സിസിന് പാരലായിട്ടുള്ള y കോർഡിനേറ്റ്സ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. 8 8. അതേപോലെ ഇവിടെ എക്സ് ആക്സിസിന് പാരലായിട്ടുള്ള y കോർഡിനേറ്റ്, മക്കളെ y കോർഡിനേറ്റ് 5 അല്ലേ ഇവിടെ, 5 സെയിം. ഓക്കെ അല്ലേ? ഇതാണ് ആ 4 കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. സെറ്റല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണെടാ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണേ മക്കളെ. അടുത്തത് ഇതേ ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചേക്കുവാണേ. 6 2 5 4. മക്കളെ എല്ലാം പോസിറ്റീവ് നമ്പർ അല്ലേ, ഉറപ്പായിട്ടും ഇങ്ങോട്ടായിരിക്കും വരുന്നത്, ശരിയല്ലേ? പോസിറ്റീവ് നമ്പറാണ്, ഉറപ്പായിട്ടും അങ്ങോട്ടായിരിക്കും വരും, ശരിയല്ലേ? അപ്പോൾ നമ്മൾ ആ റെക്റ്റാങ്കിൾ ആദ്യം വരയ്ക്കണം കേട്ടോ. റെക്റ്റാങ്കിൾ ആദ്യം വരയ്ക്കും. അപ്പോൾ വരച്ചു, റെക്റ്റാങ്കിളും വരച്ചു. ഇനി ആലോചിച്ച് നോക്കിയേ, 6 2 5 4. മക്കളെ ആദ്യം എഴുതുമ്പം എക്സിൻ്റെ ആളല്ലേ നമ്മൾ എഴുതുന്നത്. ഇങ്ങോട്ട് പോകുമ്പോൾ എക്സിൻ്റെ ആളല്ലേ ആദ്യം എഴുതുന്നത്, ശരി. ഇവിടെ വരുമ്പോൾ 1 2 3 4 5. അപ്പോൾ എക്സിൻ്റെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം കിടക്കുന്ന ആളല്ലേ എക്സിൻ്റെ കോർഡിനേറ്റ്. ഇവനല്ലേ ആദ്യം നമ്മൾ പരിഗണിക്കേണ്ടത്. മക്കളെ അങ്ങോട്ട് പോകും തോറും കൂടിയല്ലേ പോകുന്നത്. അപ്പോൾ 5 കഴിഞ്ഞിട്ടല്ലേ മക്കളെ 6 വരൂ. അപ്പോൾ ഉറപ്പായിട്ട് ഞാൻ ആദ്യം എഴുതേണ്ടത് 5 4 ആണ് എഴുതേണ്ടത്. ശരി, ഇവിടെ എവിടെയോ വരും, ഇങ്ങോട്ടല്ലേ പോകുന്നത്. അപ്പോൾ 5 4 എഴുതിയിട്ടതിന് ശേഷം 6 2 എഴുതാവും. 5 4 എഴുതുന്നതിന് പ്രശ്നമില്ല, താഴെ വരുമോ മണ്ടേ വരുമോ എന്ന് ആലോചിക്കണം. മക്കളെ നിങ്ങളൊന്ന് ആലോചിച്ചേ, 5 4 y കോർഡിനേറ്റ് 4 അല്ലേ. അതായത് മണ്ടയിലോട്ട് പോകും തോറും അല്ലേ y കോർഡിനേറ്റ് കൂടുന്നത്, ശരിയല്ലേ? ഈ 2 എന്ന് പറയുന്നതല്ലേ ചെറുത് അല്ലേ. അപ്പോൾ 2 കഴിഞ്ഞിട്ടല്ലേ 4 വരും. അപ്പം 6 2 6 ഇവിടെ എഴുതിയാലും 2 എന്ന് പറയുന്ന ആള് y കോർഡിനേറ്റ് കിടക്കും. അപ്പം y കോർഡിനേറ്റ് 2 കഴിഞ്ഞിട്ടാണ് 4 വരുന്നത്. അപ്പം 6 2 എന്ന് പറയുന്നവൻ ഇവിടെ വരും. 5 4 എന്ന് പറയുന്നവൻ മക്കളെ ഇവിടെ അല്ലേ വരുന്നത്, ഉറപ്പല്ലേ? എക്സിൻ്റെ ആള് ഇവിടെ വന്നു, വൈയുടെ ആള് വരേണ്ടത് ഇവിടെ നില്ലേ. ഇപ്പം മണ്ടയിലല്ലേ 4 വരുന്നത്, ശരിയല്ലേ? ഇവിടെ നോക്ക്, 6 5 കഴിഞ്ഞിട്ടാണ് 6 വരുന്നത്. y 2 അല്ലേ മക്കളെ, താഴെയല്ലേ 2 കിടക്കേണ്ടത്. അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ ആയിരിക്കും വരുന്നത്. നമ്മൾ ഫസ്റ്റ് പഠിച്ച മെത്തേഡ് വെച്ച് ആലോചിച്ച് നോക്ക്. നമുക്കിനി നമ്മുടെ മനസ്സിൽ 3D ഫിഗർ കണക്കൊക്കെ വരും, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ കോർഡിനേറ്റ് എത്രയാണെന്ന് വേഗം പറ. ഇത് ആർക്ക് പാരലാ? y ആക്സിസിന് പാരലല്ലേ. y ആക്സിസിന് പാരലായിട്ടുള്ള എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? സെയിം. അതേപോലെ ഇവിടെയും y ആക്സിസിന് പാരലല്ലേ ഇവൻ, y ആക്സിസിന് പാരലായിട്ടുള്ള എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? സെയിം. ഇനി അടുത്തത് എക്സ് ആക്സിസിന് പാരലായിട്ടുള്ള y കോർഡിനേറ്റ് എന്തായിരിക്കും? സെയിം. 4 4. y കോർഡിനേറ്റ് ഇതല്ലേ മക്കളെ, y കോർഡിനേറ്റ് y സെയിം. അതേപോലെ ഇവിടെ ഇത് എക്സ് ആക്സിനല്ലേ പാരലല്ലേ. ഈ നേരെ കിടക്കുന്ന കമ്പി എന്ന് പറയുന്നത് എക്സ് ആക്സിനല്ലേ പാരല്. ഈ കമ്പ് എക്സ് ആക്സിനാണ് പാരല്. അപ്പോൾ ഉറപ്പായിട്ടും y കോർഡിനേറ്റ് സെയിം ആണ് മക്കളെ. ഇതാണ് ആൻസർ, സെറ്റല്ലേ? 5 4 6 4 5 2 6 2. ഇത്രയേ ഉള്ളൂ പരിപാടി. മനസ്സിലായ? ഈ ചാപ്റ്ററിൽ ഇനി ഈ ടോപ്പിക്ക് അവസാനം 2 നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയോ, 2 കണക്ക് കാണും. അത് നിങ്ങൾക്ക് ഞാൻ ചെയ്യാനായിട്ട് ഇട്ട് തരുക, നിങ്ങൾ അങ്ങ് ചെയ്തോണം. ഇതേ മെത്തേഡ് യൂസ് ചെയ്താൽ മതി. സിമ്പിൾ അല്ലേ? നമ്മൾ ആദ്യം തന്നേക്കുന്ന കോർഡിനേറ്റ്സ് നോക്കുക, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കുക. പോസിറ്റീവ് ആണെങ്കിൽ ആക്സിസിൻ്റെ ഇങ്ങോട്ട് പോകും, നെഗറ്റീവ് ആണെങ്കിൽ ആക്സിസിൻ്റെ ഇങ്ങോട്ട് പോകും. അത് നമുക്ക് അറിയാലോ ലോജിക്ക്, ശരി. അതേപോലെ എവിടെയാണ് ഇട്ട് കൊടുക്കേണ്ടതെന്ന് ആലോചിക്കണം. ആദ്യം എക്സിനെ പരിഗണിക്കണം. 5 കഴിഞ്ഞിട്ടല്ലേ 6 വരുന്നത്. അപ്പോൾ 5 ആണ് ആദ്യം എഴുതാനുള്ളത്, 5ൻ്റെ ആയിട്ടാണ് എഴുതാനുള്ളത്. മണ്ടയിൽ എഴുതണോ താഴെ എഴുതണോ എന്ന് ആലോചിക്കാൻ y കോർഡിനേറ്റ് നോക്കണം. 2 കഴിഞ്ഞിട്ടല്ലേ 4 വരുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും 2ൻ്റെ ഐറ്റമായിട്ടുള്ള 6 2 താഴെ എഴുതണം, 4ൻ്റെ ഐറ്റമായിട്ടുള്ള 5 4 മണ്ട എഴുതണം. ഓക്കെ അല്ലേ? സെറ്റല്ലേ? അപ്പോൾ ഇത്രയും പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് സെറ്റായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യണം? കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുന്ന അഭിപ്രായം വെച്ചിട്ടാണ് നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് വരുന്നത്. ഓക്കെ അല്ലേ? സെറ്റല്ലേ? അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.